ഉടുപ്പിയിൽ എവിടാണ് നല്ല ബെസ്റ്റ് ഉഴുന്നുവട കിട്ടുന്നത് എന്ന് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ബിസ്കൂട്ട് അമ്പാടോ അല്ലെങ്കിൽ ഉദ്ദിനമ്പാടോ, അതായത് നമ്മുടെ ബോണ്ട പരുവത്തിലുള്ള ഉഴുന്നുവട കിട്ടുന്ന ഒരു കടയുണ്ട് ഇവിടെ നമ്മുടെ കൃഷ്ണമഠ്, അതായത് ഉടുപ്പി കൃഷ്ണ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ള നഗാരി എന്ന് പറഞ്ഞ ക്യാൻറ്റീനിലാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും വിനായക ചതുർത്ഥിൻ്റെയും അതുപോലെ തന്നെ ഗൗരി ഗണേശൻ്റെ പൂജയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി അമ്പലത്തിനടുത്ത് പോയപ്പം നഗാരിയിലേക്കും പോയി. ശരിക്കും എന്താ പറയുക, കങ്കനാടിയല്ലല്ലോ, എന്താ പറയുക, കനകകിണ്ടിക്ക് അടുത്തായിട്ടാണ് ആ കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കടയുള്ളത്. ഒരു ചെറിയ കടയാണ്. ആക്ച്വലി ഞാനൊരു കോണിപ്പടി കാണിച്ചില്ലേ, ആ കോണിപ്പടിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്താ പറയുക, ഈ കടയുടെ ചരിത്രം ഞാനിപ്പോൾ പറയാം. പക്ഷെ ഞാനിവിടെ നിന്ന് ആദ്യം എന്താ വാങ്ങിച്ചതെന്ന് പറയാം കേട്ടോ. അതായത് ഞാനിവിടെ നിന്ന് ആദ്യം വാങ്ങിച്ചത് ഇപ്പോൾ രാമുൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഗോലി ബജ്ജ വാങ്ങിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഉദ്ദിനമ്പാടോ അല്ലെങ്കിൽ നമ്മുടെ ബോണ്ട പരുവത്തിലുള്ള ഉഴുന്നുവട, അതായത് ഹോളില്ലാത്ത ഉഴുന്നുവട. നല്ല സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു ആ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട്. ആക്ച്വലി ഞാനിവിടെ വന്നത് ഗൊജ്ജു അമ്പാടോ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗൊജ്ജു അമ്പാടോ ഇവിടെ തിങ്കൾ, വ്യാഴം, ശനി ഈ 3 ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ഗൊജ്ജു അമ്പാടോ കിട്ടത്തുള്ളൂ. അത് ഞാൻ ഇവിടുന്ന് പാഴ്സൽ അന്ന് തിരക്കായിരുന്നു, നല്ല പാഴ്സൽ വാങ്ങി കൊണ്ടുപോയിട്ട് ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ആലു ബോണ്ട, അതുപോലെ തന്നെ ഈ എന്താ പറയുക മാംഗ്ലൂർ ഗോലി ബജ്ജ, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടുത്തെ എല്ലാ ഐറ്റവും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, നല്ല ചൂട് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും നല്ല ഇഷ്ടമായത് ആ ഗൊജ്ജു അമ്പാടോ ആണ്. അതൊരു പ്രത്യേക തരം എന്താ പറയുക ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അതിന്ന് എനിക്ക് കിട്ടിയില്ല. ഇത് കണ്ടില്ലേ, ഈ സ്റ്റെപ്പ് കണ്ടില്ലേ, ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ എനിക്ക് കയറി ഇരുന്നിട്ട്, ഈ കട കണ്ടോ, ആ മുകളിൽ ഇരുന്നിട്ട് ഇവിടെ രഥോത്സവം നടക്കുമ്പം നഗാരി, അതായത് ഢോല് വായിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ നഗാരി എന്നുള്ള പേരിൽ ആ ക്യാൻറ്റീൻ നടത്തുന്നത്. വളരെ ചെറിയ കടയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. ഇതാണ് കനകകിണ്ടി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കനകദാസിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ അവിടെ കണ്ടോ, ഒരു ചെറിയൊരു ജനാല പോലെ, ആ ജനാലയിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഉടുപ്പി കൃഷ്ണനെ കാണാൻ കഴിയും. അതായത് നമ്മൾ നടയിൽ പോയി കാണുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് ഇവിടെ ഈ കനകകിണ്ടിയിൽ നിന്നാൽ കാണാൻ കഴിയും. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, അകത്ത് കയറി തൊഴാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ കനകകിണ്ടിയിലൂടെ ദർശനം നടത്തിയിട്ട് പോകാറുണ്ട്.